എടാ ചുരുട്ടേ. ഈ കിടക്കുന്ന പ്ലാപ്പറമ്പിൽ കുറിയച്ചന്റെ മകൾ റാണിയാണ് ഞാൻ, റാണിമോൾ. അത് ശരി, എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഇതെല്ലാം ഒപ്പിച്ചത്. പോലീസ് വേഷം കെട്ടിയപ്പോ ഇങ്ങനെ. അപ്പൊ തന്നെ ഒറിജിനൽ പോലീസ് ആയിരുന്നെങ്കിൽ ഈ നാട്ടുകാർ മൊത്തം കിണറ്റിൽ വീട് വെച്ച് താമസിക്കേണ്ടി വന്നേനല്ലോ. ഒച്ച വെക്കണ്ട, നിങ്ങളുടെ വിഷമം അവന് മനസ്സിലായി ഇല്ലടാ. ഞാൻ പറഞ്ഞ പോലെ സാധ സംഭവിച്ചു. നിങ്ങളുടെ ആശുപത്രി ചെലവും അസുഖം മാറുന്നത് വരെയുള്ള വീട്ടു ചെലവും ജോസ് വഹിച്ചോളൂ. സമ്മതമാണെങ്കിൽ കേസ് പിൻവലിക്കാം, അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഒരു പേടിയും വേണ്ട, എല്ലാ ചെലവും നടത്തിക്കോളും. നമുക്കൊരു എഗ്രിമെന്റ് വെക്കാം, എന്താ? ഏതായാലും അച്ഛൻ വന്ന് പറഞ്ഞതല്ലേ, നമുക്കൊരു ഒത്തുതീർപ്പായാലോ? അത് പിന്നെ ചെലവെന്ന് പറഞ്ഞ അതില് ഇതും പെടും. അച്ചോ ഇന്ന് വന്നേ. ഈ ചെലവിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചാ കിട്ടത്തില്ല. ഇയാള് മുടിഞ്ഞ തീറ്റയും കൂടിയാ. ആ പെണ്ണും മോശം കാണത്തില്ല. എന്റെ ഊപ്പാട് തീരുവേ. മിണ്ടായിരുന്നു, അല്ലെങ്കിൽ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ കഷ്ടകാലത്തിന് നിന്നെ പിടിച്ച് നാടകത്തിൽ കയറ്റിയ കർത്താവേ. എന്താ രണ്ടുപേരും കൂടെ? അവനെല്ലാം സമ്മതിച്ചതല്ലേ. ചെലവ് എത്ര വേണമെങ്കിലും കൊടുത്തോളാന്നാ പറഞ്ഞത്. എന്നാ രണ്ടുപേരും ഇതിലൊന്ന് ഒപ്പിട്ടേ. ഒപ്പിട്ട് സൂക്ഷിച്ചു വെച്ചോളൂ. പിന്നെ വേറൊരു കാര്യം, ഫാദർ പറഞ്ഞത് കൊണ്ടാണ് ഈ കേസ് ഞാൻ ഒത്തുതീർപ്പാക്കിയത്. ഇനി ഒരു ഒത്തുതീർപ്പ് നീ പ്രതീക്ഷിക്കണ്ട. ഇന്നു മുതൽ അങ്ങാടിയിലുള്ള നിന്റെ കിടത്തം അങ്ങ് നിർത്തിയേക്കണം. അങ്ങാടി നിന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ, ആണോ? രാത്രി 10 മണിക്ക് ശേഷം അവിടെ എങ്ങാനും നിന്നെ കണ്ട നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായല്ലോ? ഒന്ന് നിന്നേ. അപ്പന്റെ എല്ലാം കണ്ടില്ലേ? അയ്യേ, ഞാനൊന്നും കണ്ടില്ല. അപ്പന്റെ അവസ്ഥ കണ്ടില്ലേന്നാ ചോദിച്ചത്. അത് കണ്ടു, അതുണ്ട്. കണ്ടാ മാത്രം പോരാ, കണ്ടറിഞ്ഞ് ചെലവിന് വന്നോണം. ഒപ്പിട്ട നിമിഷം മുതലേ കരാറ് പ്രാബല്യത്തിൽ വന്നേക്ക. മനസ്സിലായോ? മനസ്സിലായി. അച്ചോ അച്ചോ, അങ്ങാടി കിടക്കുന്നത് കോപ്പിലെ എസ് ഐ അല്ലല്ലോ. ഞാനതിന് അങ്ങാടി കിടക്കുന്നത്. ഇവിടെയൊക്കെ എന്താ വൃത്തിയായി കിടക്കുന്നത്? ആ വാഴക്കൊല്ലച്ഛൻ്റെ പണിയായിരിക്കും. അങ്ങനെ കൊണ്ട് തോറ്റു. പൂട്ടെവിടെ പോയി? അച്ചോ, അച്ഛൻ കയറി കിടന്ന് ഉറങ്ങിയോ? അച്ചോ, വാഴക്കൊല്ലച്ചോ. എടി, നീയല്ലേ മറ്റേ? നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ആഹാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഇത് എന്റെ വീടാ. നിന്റെ വീടോ? അച്ഛന്റെ വീട്. ആണോടെ കളവാ? ഇത് തന്റെ വീടാണോ? എന്റെ അച്ഛൻ്റെ അല്ല, പള്ളിയിൽ അച്ഛന്റെ. പള്ളിയിൽ അച്ഛന്റെയോ? അച്ഛനെ ഞാനെന്ന് അമ്മാച്ചനാക്കും. എല്ലാ അലവലാദികളും ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഇത് എന്റെ വീടാ, എന്റെ അപ്പന്റെ. തന്റെ ഈ നാശങ്ങളും കൂടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കണം. എല്ലാം കൂടെ ചവിട്ടിക്കൂടി പണ്ടാരടക്കും ഞാൻ. കേട്ടോരോ തുണിയായിട്ട് ഇറങ്ങിക്കോളും. ഇമാരി കോപ്പിലെ പെട്ടിക്കൊണ്ടാണോ ഇങ്ങോട്ട് പോകുന്നത്?
റാസ്കൽസ്. അയ്യോ. ആരോട് ചോദിച്ചിട്ട് അച്ഛൻ എന്റെ വീട് ഇവർക്ക് കൊടുത്തേ? കർത്താവിനോട് ചോദിച്ചിട്ട്. ദേ ഒരുമാതിരി പുളിച്ച വർത്താനം എന്നോട് പറയല്ലേ. പൊളിച്ച പണി നിനക്ക് കാണിക്കാം ഇല്ലടാ. ആരോരും ഇല്ലാത്ത ഈ പാവങ്ങളെ പാതരാത്രിക്ക് പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് നിന്റെ ഒരു ഗുണ്ടാപ്പണി. ഭാഗ്യത്തിനാ ഞാൻ ഇവരെ കണ്ടത്. ഞാനാ ഇവിടെ കൊണ്ടാക്കിയത്. അങ്ങനെ കണ്ടവർക്ക് കയറി താമസിക്കാനുള്ളതല്ല എന്റെ വീട്. അടിച്ചിറക്കും ഞാൻ. നാടിച്ചിറക്ക്. അതൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഒന്ന് കാണട്ടെ. കണ്ടാ അടിച്ചിറക്ക്. കണ്ടാ എന്തെങ്കിലും പറഞ്ഞ അപ്പ അച്ഛൻ കല്ലെടുക്കും. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തത്? ഇപ്പൊ തന്നെ അച്ഛൻ കാരണം 2 എണ്ണത്തിന്റെ കുടുംബ ചെലവ് എന്റെ തലയില. ദേ ആ പെണ്ണെന്നെ കയറി വല്ലാതെ ഭരിക്കുന്നുണ്ട് കേട്ടോ. എന്നാ മനസമാധാനത്തോടെ വീട്ടിൽ കയറി താമസിക്കാന്ന് വിചാരിച്ച കണ്ട അലവലാദികളെ ഇവിടെയും കയറ്റി പൊറപ്പിച്ചിരിക്കുക. എന്നെ കണ്ടോണ്ട് അച്ഛൻ പുണ്യ പ്രവൃത്തി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് അഗതി മന്ദിരമൊന്നും അല്ല, എന്റെ വീടാ. വീട് വീട്. ഓ വീട്. എന്നാടാ നീ വീട്ടിൽ കിടക്കാൻ തുടങ്ങിയത്? അച്ഛന്റെ മുന്നിൽ വെച്ചല്ലേ എസ് എന്നോട് അങ്ങാടി കിടക്കലെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ എവിടെ പോയി കിടക്കും? മര്യാദക്കാണെങ്കിൽ വരാന്തല്ല ഒരു കട്ടിലിട്ട് വരും. അവിടെ കിടന്നു അത്താഴം ഇവിടുന്ന് കഴിക്കാം. അത്താഴം എന്റെ പട്ടി വരും. നിന്റെ ഓചാരമൊന്നും വേണ്ട. മാസം തോറും 200 രൂപ വാടക തരുവരും. ഓ 200 രൂപ. അച്ഛനങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ ഈ വീട് പോയാലും ശരി ഇവരെ ഞാൻ വീട്ടിനകത്തിട്ട് കത്തിക്കും. അന്ന് നിന്റെ അന്ത്യകുദാശയം ചെയ്യും. നീ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കല്ലേടാ സാത്താനെ. എന്റെ ഏറുപഴക്കത്തില്ല. എനിക്കറിയാം അച്ഛന്റെ ഉന്നം പിടക്കിയല്ല. അതുകൊണ്ട് ഞാനിപ്പോ പോന്നു. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കല്ല് എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കണ്ട. കയറി കിടന്നു. നീ ഇത്ര വെള്ളം തിളപ്പിച്ചേ. ഇനി ഇതിന്റെ അടപ്പ് എന്ത് ചെയ്യുന്ന? മാറിക്കേ. അയാളാന്ന് തോന്നുന്നേ. ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. മനുഷ്യനെ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല. താത്താന്റെ ഉപദ്രവ. കർത്താവേ കാത്തോളണേ. എന്തോ എളിക്കുന്നേ? ഉള്ളതാ. കർത്താവിനെ പരീക്ഷിച്ചതാ സാത്താൻ. കർത്താവ് പേടിച്ചില്ല. ഇച്ചിരി പൊളിക്കും. ഇതം കൊണ്ട് കൊടുത്തേരെ. അച്ഛൻ പറഞ്ഞല്ലേ. ഞാൻ തന്നെ കൊടുക്കണോ? വെള്ളം കൂടെ കൊണ്ട് കൊടുത്തേരെ. ചെല്ലേ. പാമ്പ് പാമ്പ് മൂർഖൻ. ആ ടോർച്ച് ഇങ്ങോട്ടേ നോക്കട്ടെ. അയ്യോ പാമ്പല്ല, ഞാനാ.
എന്തോന്ന് എന്തോന്ന് ഷൂഷു ശൂശുന്ന് നിങ്ങളെ വിളിച്ചതാ. എടി എടി പാമ്പുള്ള സ്ഥലമായത്. എൻ്റെ അപ്പനെ പാമ്പ് കടിച്ച് വിടുന്നാ. പിറ്റേന്ന് ചത്തുമലന്ന് കിടന്നു. ആശുപത്രി കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. പോയതാർക്കാ? എനിക്ക്. അപ്പനുണ്ടായിരുന്ന ഇപ്പൊ കാണായിരുന്നു. അവളൊരു ശൂശു. എന്നതാ ഇത് താലപ്പൊലി പിടിച്ചോണ്ട്? ചോറ. ആർക്കാ? നിങ്ങൾക്കാ. എനിക്കെങ്ങും വേണ്ട. നിന്റെ ഒരു ചോറ് കൂട്ടാൻ വന്നിരിക്കുന്നു. ആ അല്ലെങ്കിൽ വേണ്ട, അധികം വന്നേര്. അപ്പം പറഞ്ഞിട്ടുണ്ട് ചോറ് കളയരുതെന്ന്. കർത്താവ് മീന 5000 പേർക്ക് വിളമ്പിയത്. നിന്ദിക്കാൻ പറ്റുമോ? എന്തൊരു കള്ളിന്റെ നാറ്റ. കള്ളു കുടിച്ചാ കർപ്പൂരം മണപ്പിക്കാനൊന്നും എനിക്കറിയില്ല. നിനക്കറിയാമെങ്കിൽ നീ മണപ്പിച്ചോ. ഞാൻ മണപ്പിക്കൂല. എന്റെ അപ്പനും മണപ്പിക്കില്ലായിരുന്നു. എന്റെ അമ്മച്ചി ഇതിലും നന്നായിട്ടുണ്ടാക്കുമായിരുന്നു. പാവം. എന്നാലും ഇനി വേണമെന്ന് പോലും ഒന്നും ചോദിച്ചില്ല. നന്ദി കേട്ട വർഗങ്ങൾ. ഇയാളൊരുമാതിരി തോല് പൊട്ടിയ ഗഞ്ചറ പോലെ. ചുമ തന്തേ. ചുമയ്ക്കുമ്പോ നല്ല താളത്തിൽ ചുമയ്ക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പള്ളിമണി അടിക്കുന്ന പോലെ. ഇല്ലെങ്കിൽ ഉറക്കം വരത്തില്ലേ?